ഹലോ ഫ്രണ്ട്സ്, ഈ ATM കാർഡാണ്. ഈ ഒരു ATM കാർഡിനെ ഗൂഗിൾ പേ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോക്ക് മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. കേരള ഗ്രാമീണ ബാങ്കിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ATMന്റെ ഡെബിറ്റ് കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് നമ്മൾ ATM കൗണ്ടറിൽ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാർഡിനെ നമ്മൾ ഗൂഗിൾ പേയിൽ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് അതിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. അതിനു ശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനു ശേഷം നിങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് പോയിട്ട് കേരള ഗ്രാമീണ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, കേരള ഗ്രാമീണ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഈ ഒരു മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ നമ്പർ തുടങ്ങുന്ന ഒരു ഭാഗം ഇവിടെ കാണാം. നിങ്ങളുടെ കേരള ഗ്രാമീണ ബാങ്ക് എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉണ്ടല്ലോ, ആ ഒരു ഡെബിറ്റ് കാർഡിന്റെ അവസാനത്തെ 6 ഡിജിറ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. അതുപോലെ തന്നെ ആ ഒരു കാർഡിൽ കാണുന്ന എക്സ്പയറി ഡേറ്റ് ഇവിടെയും എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കാർഡിന്റെ ഫ്രണ്ട് ഭാഗത്ത് 16 ഡിജിറ്റ് നമ്പറിന്റെ ലാസ്റ്റ് 6 ഡിജിറ്റ് ആയിരിക്കും ഇവിടെ എൻ്റർ ചെയ്യാനുണ്ടാവുക. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കറക്റ്റ് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് നൽകുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് പിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ക്രിയേറ്റ് പിൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നുണ്ടാകും. ഒരു 6 ഡിജിറ്റ് OTP ആയിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു 6 ഡിജിറ്റ് പിൻ നമ്പർ എൻ്റർ ചെയ്യാനായിട്ടുണ്ടാകും. ഈ ഒരു പിൻ നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും, ഇതാണ് നമ്മുടെ UPI പിൻ. ഈ UPI പിൻ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് നൽകണം. അത് 2 തവണ എൻ്റർ ചെയ്യാനായിട്ടുണ്ടാകും. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കറക്റ്റായിട്ട് UPI പിൻ നമ്പർ കറക്റ്റായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന മെസ്സേജും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ UPI നമ്പർ ലിങ്ക്ഡ് ടു ഗൂഗിൾ പേ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു മെസ്സേജ് കണ്ടില്ലേ? ഇതുപോലെ ആയിരിക്കും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ കുറച്ച് UPI-യുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസുകളാണ് ഇവിടെ നമ്മൾ ഫോണിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ഈ ഒരു ATM കാർഡ് ഇൻഫർമേഷൻ UPI പിൻ നമ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ പേ ഈ ATM കാർഡുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.